ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി നമുക്ക് ഈ ബൈബിൾ ക്ലാസ്സിനോടുള്ള ബന്ധത്തിൽ വരുവാനിടയായതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. May the holy name of the Lord Jesus be glorified, and once again I thank God that He gave us the grace to come together to be with you, all of you, in this Bible study. ദൈവത്തിന്റെ വചനത്തിൽ സംസാരിക്കുന്നതിന് മുൻപായിട്ട് എൻ്റെ ജീവിതാനുഭവങ്ങൾ ഭാഗമായിട്ട് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. Before I have been speaking from the word of God, I have been sharing to you from my life experiences part by part. ഒരു സഭാ ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ തിരുവല്ലായിക്കടുത്ത് പൊടിയാടി മണിപ്പുഴ ഷാരോൺ ചർച്ചിന്റെ പാസ്റ്ററായിട്ട് പ്രവർത്തിക്കുന്ന കാലത്തുണ്ടായ അനുഭവങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. As a minister of the Church of God, at the initial church where God gave me the grace to minister in Podiyadi, the church, I was sharing to you the experiences from there in the previous weeks. ആരംഭകാലങ്ങളിൽ കുറേയധികം പ്രതികൂലങ്ങൾ ഞങ്ങൾക്കുണ്ടായി. In those small little years that we spent there, a lot of persecutions that we had to go through. വൈകുന്നേരമാകുമ്പോൾ സഭാ ഹാളിന്റെ മുൻപിൽ വന്ന് ഇരുട്ടിന്റെ മറവിൽ ചീത്ത പറയുന്നവരും കല്ലെറിയുന്നവരും ഉണ്ടായിരുന്നു. When it was evening, the people used to come there and they used to speak curses over the hall, and they used to speak various things against us. സുവിശേഷ യോഗത്തിന് ഞങ്ങളുടെ മൈക്ക് സെറ്റിന്റെ വയറും സ്റ്റേജും എല്ലാം മുറിച്ചും തകർക്കുകയും ചെയ്ത അനുഭവം ഉണ്ടായിട്ടുണ്ട്. We used to have a time when during the gospel meetings they used to take off all the mic sets and destroy all those things. അതിനെല്ലാം മാറ്റം വന്നു. അതിനുവേണ്ടി പ്രവർത്തിച്ച പ്രിയപ്പെട്ടവർ എന്നോട് വന്ന് ക്ഷമ ചോദിക്കുകയും പിന്നീട് അങ്ങനെയുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകുവാൻ ഇടയായില്ല. For all the situations there was a great change, and those who had persecuted came and asked forgiveness with us, and no other kinds of troubles we had to face after that. ഞങ്ങളുടെ പാഴ്സനേജിന്റെ പുറകിൽ ഒരു കരിമ്പുംകാട്ടിൽ നിന്ന് ഉണ്ടായ ഒരു ഒരു പുറ്റ്, അതിന്റെ അവിടെ നിന്ന് വന്നുകൊണ്ടിരുന്ന സർപ്പങ്ങളുടെ വരവൊക്കെ കുറഞ്ഞു. The snake hole where a lot of snakes were coming there, their coming there decreased. അതെല്ലാം അതുപോലെ തന്നെ തേളുകളുടെ വരവുകളെല്ലാം കുറഞ്ഞു. Then the coming of the inflow of the scorpions reduced. കള്ളന്മാരുടെ വരവ്, കള്ളൻ അടുത്ത് തന്നെ ഉണ്ടെങ്കിലും ഒരു പ്രാവശ്യം കയറിയിട്ട് അത് വലിയ മുതലാകുന്ന പണിയെല്ലാം ഓർത്ത് പുള്ളി ആ തൊഴില് ഞങ്ങളോടുള്ള ബന്ധത്തിൽ നിർത്തിക്കളഞ്ഞു. Even though the thief was staying next to us, he knew that it was not going to benefit him, so he also stopped his works. നാട്ടുകാരും സഭക്കാരും ഒക്കെ ഞങ്ങളെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും തുടങ്ങി. All the people around started loving us and honoring us. ഓരോ വ്യക്തികളെയും മറ്റൊരാൾ പറയുന്നത് അനുസരിച്ചാണല്ലോ അറിയുന്നത്. പിന്നെ വ്യക്തിപരമായി പരിചയപ്പെടുമ്പോഴാണ് ഓരോ വ്യക്തികളെയും നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയുന്നത്. Each of them, when they tell about others and their neighbors individually, only when they introduced we will come to know about them. പാസ്റ്റർമാരെ കുറിച്ചുള്ള, സുവിശേഷകരെ കുറിച്ചുള്ള 100 തെറ്റിദ്ധാരണകൾ മനുഷ്യന്റെ മനസ്സിലിരിക്കുമ്പോൾ ആ കണ്ണുകളിലൂടെ ആയിരിക്കും ആൾക്കാർ നമ്മളെ നോക്കുന്നത്. When there are a lot of false ideas and ideologies about the pastors and the ministers of God, and from those focus and that lens will they be looking at us. അതൊക്കെ ജനങ്ങളിൽ നിന്ന് മാറണമെങ്കിൽ വ്യക്തിപരമായ പരിചയങ്ങളിലും അവരുടെ ഇടപാടുകളിലൂടെയും അവർക്ക് ബോധ്യമാകുമ്പോൾ അത് മാറുകയും അവർ നമ്മളെ ബഹുമാനിക്കുകയും ചെയ്യും. If those kinds of attitudes have to be transformed, only when they come to speak with us, converse with us individually, only they will know and have a difference in their opinions. അങ്ങനെ നാട്ടുകാരും സഭക്കാരും ഒക്കെ ഞങ്ങളെ വളരെ അധികമായി സ്നേഹിക്കാൻ തുടങ്ങി. That way the people who were of the church and all our neighbors started having honor and glory for us. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ലാത്ത അവസ്ഥകളായിരുന്നു അത്. Those times it was not a time of financial struggles. പെട്ടെന്ന് വളരെ വേദനാജനകമായ ഒരു സംഭവം ഉണ്ടായി. അതാണ് ഇന്ന് സാക്ഷ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. Another one sorrowful, painful thing happened, and that's what I want to share as a testimony today. ഞാൻ ഒരു കൺവെൻഷനിൽ പ്രസംഗിക്കണമായിരുന്നു. I had to speak in a convention. സഭക്കാര് കൺവെൻഷന്റെ നോട്ടീസും പോൾ പോസ്റ്റും ഒക്കെ പ്രസിദ്ധം ചെയ്തു, പത്രത്തിലൊക്കെ പരസ്യം ചെയ്തു. ഞാനുമായി വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. The organizers of that convention, the church, they had printed the notices, they had advertised, and I also was praying for the meeting.
ഒരു ശനിയാഴ്ചയാണ് ആ യോഗത്തിൽ ഞാൻ പ്രസംഗിക്കേണ്ടത്. അത് ആ യോഗത്തിന്റെ അവസാന ദിവസമാണ്. ബുധനാഴ്ചയാണ് ആ യോഗം ആരംഭിക്കുന്നത്. One Saturday I had to preach. That was the last day of the convention, and it began on a Wednesday. ഇങ്ങനെ ബുധനാഴ്ച ആ കൺവെൻഷൻ ആരംഭിച്ചു. വളരെ അനുഗ്രഹീതനായ ഒരു അന്ന് ഇന്ത്യയിൽ അറിയപ്പെട്ട ഒരാള് ആ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. Like that Wednesday, the convention was inaugurated by a very famous person in this nation. പക്ഷെ വ്യാഴാഴ്ച ആ കൺവെൻഷൻ സ്ഥലത്ത് നിന്ന് രണ്ടുപേരെ ഞങ്ങൾ താമസിക്കുന്ന മണിപ്പുഴയില് കുടിയാടി ഷാരോൺ ചർച്ചിന്റെ പാഴ്സനേജിലേക്ക് വന്നു. But Thursday, two people from there came to our parsonage where we were staying in Kodiyadi. കൺവെൻഷൻ സംഘാടകർ കൊടുത്തുവിട്ട ഒരു കത്ത് എന്റെ കയ്യിൽ നൽകി. They handed over to me a letter which was given by the organizers of the convention. ആ കത്ത് വായിച്ച് ഞാൻ ഞെട്ടിപ്പോയി. When I read that letter, I became astonished. അവരുടെ സഭയുടെ നേതൃത്വത്തിലുള്ളവർ ഞാനിവിടെ പ്രസംഗിക്കുന്നതിന് എതിരാണെന്നും പ്രസംഗിക്കാൻ അനുവദിക്കരുതെന്ന് പറഞ്ഞതുകൊണ്ട് താങ്കൾ ഈ കൺവെൻഷനിൽ വന്ന് പ്രസംഗിക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു ആ കത്തിൽ എഴുതിയിരുന്നത്. What was written in that letter, the leaders of the church organizations were not happy with me preaching there, and so it was not required for you to come and preach in that convention, is what was written in that letter. ജീവിതത്തിലെ ആദ്യത്തെ ഒരു അനുഭവം ആയതുകൊണ്ട് വലിയ വേദനയുണ്ടായി. Because this was happening to me for first time in my life, I had to go through a great amount of pain. ആ സഭയെ ഇങ്ങനെ പ്രേരിപ്പിക്കാൻ കാരണം എന്താണ് എന്ന് ഞാൻ ആ കത്തുമായി വന്ന സഹോദരന്മാരോട് ചോദിച്ചു. I asked the people who came with the letter what made them, prompt them to come up with this decision. ബുധനാഴ്ചത്തെ ഉദ്ഘാടന പ്രഭാഷകൻ അവരുടെ നേതാവ് ആണ് എന്നെ അവിടെ പ്രസംഗിപ്പിക്കരുത് എന്നാവശ്യപ്പെട്ടതെന്ന് അവർ പറഞ്ഞു. The person who had come to inaugurate, the leader of their organization, had reprimanded them that I should not be preaching on the last day. ഞാൻ ചോദിച്ചു, എന്താണ് അദ്ദേഹം അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചു. So I asked them what was the reason that they denied me, did not permit me to preach there. താങ്കളെ മുടക്കിയിരിക്കുന്ന ഒരാളാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ മുടക്കപ്പെട്ട ഒരാളെ പ്രസംഗിപ്പിക്കാൻ പാടില്ല, ആള് ശരിയല്ല എന്ന് ഞങ്ങളുടെ ആൾക്കാരോട് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനൊരു കത്ത് കൊടുത്തുവിടേണ്ടത് വന്നത് എന്ന് പറഞ്ഞു. Because that leader of the organization said this person is not good for this meeting, and the reason that he said like that he is not good, that's why they had to write this letter and hand it over to us. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഞാൻ മുൻപ് നിന്ന ഹൈന്ദവ മതം പോലും എന്നെ ഇതുവരെ മുടക്കിയിട്ടില്ല. What surprised me, with the Hindu way which I was in before, was even they did not deny me like this. അവരെനിക്ക് അങ്ങനെ ഒരു കത്ത് ഇതുവരെയും തന്നിട്ടില്ല. They did not hand over me any letters like that. ഞാൻ അന്നും ഇന്നും ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ ഒരു ശുശ്രൂഷകനാണ്. I am that time also the preacher of the Sharon Fellowship. ഇതുവരെയും ഞങ്ങളുടെ ഫെലോഷിപ്പ് മുടക്കിയിട്ടില്ല. Even me, my fellowship has not denied me like that. പിന്നെ എന്തുകൊണ്ട് ആ സമുന്നതനായ നേതാവ് അങ്ങനെ പറഞ്ഞു? എന്തുകൊണ്ട് ആ കൺവെൻഷൻ സംഘാടകർ അത് വിശ്വസിച്ചു എന്ന് ചിന്തിച്ചപ്പോൾ ഹൃദയത്തിൽ വലിയ വേദനയുണ്ടായി. And when I thought, why did the leader of the organization had denied me, and why did they go through these thoughts? When I was thinking about it, I went through a lot of pain in my heart. ഞാൻ ഞങ്ങളുടെ സഭാഹാളിന്റെ വാതിൽ അടച്ചു. അത് റോഡ് സൈഡിലുള്ള സഭാഹാൾ ആയതുകൊണ്ട് ആൾക്കാർ കയറി വരാതിരിക്കാനായിട്ട് ഞാൻ ജനലും അതിന്റെ വാതിലും എല്ലാം അങ്ങ് അടച്ചു. I closed the doors of my church, all the doors and the windows. People who used to come, I closed all those doors of the hall. ഞങ്ങളുടെ പാഴ്സനേജില് എൻ്റെ ഭാര്യയും എൻ്റെ മകനുമുണ്ട്. എൻ്റെ മകൻ കൂടെ കയറി വരും. അതുകൊണ്ട് വരാതിരിക്കാൻ ആ പാഴ്സനേജിന്റെ വാതിലും അങ്ങ് അടച്ചു. My parsonage, my wife and my son was there. In between, my son is to come out. So for him also not to come, I closed the door of the parsonage also. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു സമയത്തിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. I took time to keep for prayer. That is why I wanted to maintain all that we should distract free from that. മനുഷ്യന്റെ മുൻപിൽ കരയരുതെന്നും ദൈവത്തിന്റെ മുൻപിൽ കരയണമെന്നും ആണ് ഞാൻ പഠിച്ച പാഠങ്ങൾ. I had learned the lesson that I should not be crying before men,
but cry before God. ഞാൻ പ്രാർത്ഥിക്കാനായി തുടങ്ങി. I started praying. ഞാൻ ദൈവത്തോട് പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്നത് പോലെയാണ്. കണ്ണടച്ചോ കൈകൂപ്പിയോ ഒന്നുമല്ല, ഇങ്ങനെ ഒരാളോട് സംസാരിക്കുന്ന പോലെയാണ് ഞാൻ എൻ്റെ ദൈവത്തോട് പലപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത്. Usually when I pray, I may not be going through various rituals, but as I speak with a friend, I speak like that. ഞാൻ പറഞ്ഞ കർത്താവേ, ഹൈന്ദവ മാർഗത്തിൽ നിന്ന് അങ്ങനെ വിളിച്ചു. I said, Lord, you have called me from this Hindu background. സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച പോലുള്ള കൈത്താങ്ങലൊന്നും ഒരിടത്തൊന്നും ഉണ്ടായില്ല. When we had come to the gospel field, we didn't have any help that we expected. എനിക്ക് അങ്ങനെ ആരും സ്റ്റേജുകളൊന്നും തന്നിട്ടില്ല ആരംഭകാലങ്ങളിൽ. Invited me in those initial days by giving stage to preach. പ്രസംഗിക്കാൻ കഴിവുണ്ട് എന്നൊക്കെ തോന്നിയപ്പോഴാണ് ഓരോരുത്തരും എനിക്ക് സ്റ്റേജുകൾ നൽകിയത്. When they felt that I had the ability to preach, only when they had invited me to share the messages. എന്നാൽ ഇവൻ വളർന്നോട്ടെ, അവൻ വളരട്ടെ എന്ന് പറഞ്ഞ ഒരു ചാൻസ് ഒന്നും അധികം പേര് എനിക്ക് തന്നിട്ടില്ല. No one gave much chances for me. Oh, let him grow, let him be experienced. No one gave chance like that. അതുകൊണ്ട് ഞാൻ തെരുവീതിയിൽ ഒറ്റയ്ക്ക് നടന്ന് പ്രസംഗിക്കുകയായിരുന്നു. I used to walk alone in North India, in the streets and preach. ഒറ്റയ്ക്ക് പാട്ടുപാടി, ഒറ്റയ്ക്ക് പ്രസംഗിച്ച്, ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ച് ഇങ്ങനെ തെരുവീതിയിലൂടെ നടന്ന കാലങ്ങളാണ് എൻ്റെ ആദ്യകാല സുവിശേഷ പ്രവർത്തനത്തിന്റെ കാലങ്ങൾ. My initial days of my ministries are single-handedly going and preaching and singing, going through the streets, and those days were my initial days. പിന്നീടാണ് ഓരോരുത്തരും എനിക്ക് ഓരോ പ്രസംഗിക്കാനൊക്കെ ഒരു അവസരം നൽകിയത്. After that, only few people started inviting me to preach in their places. ആ കാലങ്ങളില് വിശപ്പ് സഹിക്കാൻ മേലാതെ ഈ പൈപ്പ് വെള്ളം കുടിച്ച് വയറ് നിറച്ചിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഈ വെള്ളം വയറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓളം തല്ലുന്ന ശബ്ദം കേൾക്കാം. Those days, because I couldn't tolerate the hunger, I used to fill my stomach with water, and when I used to walk through those streets, I could hear the waters rumbling across my stomach. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഈ നേതാക്കന്മാർ വിളിച്ച്, ബ്രദറെ ഒരു 10 രൂപ ഇരിക്കട്ടെ, പോയി ഭക്ഷണം കഴിക്കണം എന്നൊന്നും നൽകിയതായിട്ട് ഓർമ്മയില്ല. പിന്നീട് ശുശ്രൂഷയിൽ വന്നപ്പോൾ ധാരാളം പേർ സഹായിച്ചിട്ടുണ്ട്, അത് മറ്റൊരു കാര്യം. In those days, the leaders of the organization did not encourage me, gave 10 rupees and brother, you can have this food. They didn't say anything like that. After we came, started preaching and came into the ministry, many people helped. ആൾക്കാര് തുപ്പുകയും അടിക്കുകയും ഒക്കെ ചെയ്തപ്പോഴേ ഒരു ആശ്വാസവാക്ക് പറഞ്ഞൊന്നും ഈ ലീഡേഴ്സിനെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. When many people spat upon and when they did not honor me, that time no one was there to encourage. ഞാനിതെല്ലാം കർത്താവിനോട് പറയാണ്, കർത്താവേ ഇങ്ങനൊക്കെ ഞാൻ നടന്നപ്പോൾ ഇവരെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. When I went through all these difficulties and struggles, no, I didn't see any of these people. ഇപ്പോഴേ ഓരോരുത്തർ വിളിച്ച് ഓരോ കൺവെൻഷൻ സ്റ്റേജ് ഒക്കെ നൽകാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആ സന്ദർഭത്തിൽ ഉപദ്രവിക്കാൻ മാത്രം ഇവര് കഴുകന്മാരെ പോലെ പറന്നു വരുന്നല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. I was praying like this, Lord, now only when I've been invited to all these conventions like eagles to prey upon us, they are trying to come to attack me. എനിക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയാതെയായി. I couldn't sit and pray. ഞാൻ നടന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. I started walking and praying. എനിക്ക് നടന്ന് പ്രാർത്ഥിക്കാനും കഴിയാതെയായി. I couldn't even walk and pray. ഞാൻ ഈ ഭിത്തിയിൽ ഇങ്ങനെ കൈവച്ച് നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. I kept my hand on the wall and started praying. ആ സമയത്ത് ഒരു കൂളിംഗ്, ഒരു എയർ കണ്ടീഷൻ കൂളിംഗ് ഞങ്ങളുടെ ചർച്ച് ബിൽഡിങ്ങിൽ ലിറ്ററലി ഉണ്ടാകുന്നതായിട്ട് ഞാൻ ഫീൽ ചെയ്യുകയാണ്. I suddenly felt like a cool air flowing through the church building. It was like an air conditioned air. ഭയങ്കര ഒരു കൂളിംഗ്. It was a great cooling. ലിറ്ററലി ഞാൻ എൻ്റെ ശരീരത്തിൽ ഫീൽ ചെയ്യുകയാണ്. Literally I could experience it in my body. അപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവ് എന്നോട് സംസാരിക്കാൻ പോവുകയാണ്. I understood then that the Lord is going to speak to me. ഞാൻ കരച്ചിലും ഏങ്ങലടിയും എല്ലാം നിർത്താനായിട്ട് പരിശ്രമിച്ചു. I started to try to stop my crying or my wailing. 1-2 മിനിറ്റിനുള്ളിൽ ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്തു. 1 or 2 minutes I controlled myself.
ദൈവശബ്ദത്തിന് വേണ്ടി ഞാൻ എൻ്റെ ആത്മാവിന്റെ കാത് ട്യൂൺ ചെയ്തു. I tuned my ears to the voice of God. കർത്താവ് ശാന്തമായിട്ട് എന്നോട് സംസാരിക്കാനായി തുടങ്ങി. The Lord started gently ministering to me. മകനെ, ഞാനാണ് എൻ്റെ വേലയ്ക്കായി നിന്നെ വിളിച്ചത്. Son, I have called you into the ministry. ആ ശബ്ദം എൻ്റെ ഓൾ ബീങ്, എൻ്റെ ശരീരം മുഴുവൻ കോരിത്തരിപ്പിച്ചു. That voice literally shake my soul. നീ ഭയപ്പെടുന്നവർക്ക് നിന്നെ തടയാൻ പരിമിതമായ മേഖലകളേ ഉള്ളൂ. For those who fear, they can limit you only in certain realms. എനിക്ക് നിന്നെ എൻ്റെ സാക്ഷ്യത്തിനായിട്ട് ഭൂമിയുടെ അറ്റത്തേക്ക് അയക്കാൻ കഴിയും, ഞാൻ അയക്കും. I can, and I'm able to take you as a testimony to my name to the ends of the earth, and I will send you. ഈ ശബ്ദം കേട്ടപ്പോൾ എൻ്റെ ദുഃഖം എങ്ങനെ പോയെന്ന് അറിഞ്ഞുകൂടാ, ഞാൻ തുള്ളിച്ചാടാൻ തുടങ്ങി. When I heard this noise, I didn't know where my sorrow went. I started jumping. ഞാൻ അന്യഭാഷ പറഞ്ഞുകൊണ്ട് ഹോളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. I prayed in tongues and started running across the wall. ഒരു വലിയ ശക്തി എനിക്കുണ്ടായി. A great power empowered me. അപമാനങ്ങളിലൂടെയും നിന്ദകളിലൂടെയും ഒക്കെ കടന്നു പോകുന്നവർക്ക് ദൈവശബ്ദം മാത്രമാണ് ധൈര്യം പകരുന്നത്. For those who go through various kinds of insults and shames, the voice of God is the only thing that can strengthen them. നമ്മുടെ ഹൃദയം പരമാർത്ഥമെങ്കിൽ ദൈവം നമ്മളോട് സംസാരിച്ചിരിക്കും. ഒരു അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ നമ്മളെ ആശ്വസിപ്പിച്ചിരിക്കും. If your heart is perfect toward the Lord and sincere, the Lord will definitely comfort. As the mother comforts his children, he would comfort. ഇങ്ങനെ ഞാൻ സന്തോഷിച്ച് നിൽക്കുമ്പോൾ ഞങ്ങളുടെ വാതിൽക്കൽ ഒരു മുട്ടൽ കേൾക്കാം. When I was rejoicing like this, I heard another knock on my door. ഞാൻ വേഗം പാഴ്സനെ തുറന്ന് എൻ്റെ മുഖമൊക്കെ ഒന്ന് കഴുകി. Quickly, I opened my parsonage and washed my face. ഞാൻ വേഗം സഭാ ഹാളിന്റെ വാതിൽ തുറന്നു. I went and opened the church door. രണ്ട് ചെറുപ്പക്കാർ അവിടെ നിൽക്കുകയാണ്. Two youngsters were standing there. അവരെ തന്നെ ആദ്യം പരിചയപ്പെടുത്തി. First, they introduced again themselves to me. ഫസ്റ്റ്, ഞങ്ങൾ ഇവിടെ അടുത്ത് കാവുംഭാഗം എബനേസർ മർത്തോമാ പള്ളിയിലെ അംഗങ്ങളാണ്. Pastor, we are here near this Ebenezer Marthoma Church members. പാസ്റ്ററെ കുറിച്ച് കേട്ടു. പാസ്റ്റർ ഒന്ന് കാണാൻ വന്നതാണ്, ഒരു യോഗത്തിന് ക്ഷണിക്കാൻ വന്നതാണ്. We heard about you, Pastor, and we wanted to come and see you and invite you for our meeting. ഞാൻ പറഞ്ഞു, കയറിയിരിക്കാൻ പറഞ്ഞു. I called them. I said, please come and sit. അവര് സഭാ ഹാളിൽ കയറിയിരുന്നു. They came and sat in this church hall. അതിലൊരാളുടെ പേര് കരൂരെ ജിജി എന്ന് പറയും. അദ്ദേഹം ആ എബനേസർ ചർച്ചിന്റെ സെക്രട്ടറി ആയിരുന്നു. One person, his name was Gigi from Karur. He was the Ebenezer Church secretary. മറ്റേ ആളുടെ പേര് തങ്കച്ചൻ. ഇവർ കാവുംഭാഗത്ത് താമസിക്കുന്നതാണ്. കയ്യൂര് എന്നാണ് അവരുടെ വീട്ടുപേര്. The house name was Kayur. Another person also was there, staying there. അവർ പറഞ്ഞു, പാസ്റ്റർ, ഞങ്ങളുടെ കൂട്ടായ്മയിൽ പാസ്റ്റർ വന്നൊന്ന് പ്രസംഗിക്കാം. They asked me whether you could come and speak to us in our meeting. ഞാൻ പറഞ്ഞു, നിശ്ചയമായും വരാം. I said, definitely I will come. ഒരു കണ്ടീഷൻ മാത്രം. One condition alone. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നത് പറയാൻ, വേദപുസ്തകത്തിലെ ഏതെങ്കിലും കാര്യങ്ങൾ പറയരുതെന്ന് എന്നോട് നിർദ്ദേശിക്കുവാനും ഇടയാകരുത്. Whatever the Holy Spirit allows me to speak to me, I will be allowed to speak. And whatever the Bible says no, I will be able to stand by it. Is what the condition I. പറഞ്ഞാൽ ഇന്ന വിഷയം പ്രസംഗിക്കരുത് എന്ന് എന്നോട് പറയരുത്. You should not just say that you should not preach on this topic. എന്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന വിഷയം പ്രസംഗിക്കാൻ ഒരു അവസരം ആര് നൽകിയാലും ഞാൻ പോകും. The topic that the Holy Spirit has prompted in my heart, and I give that, whoever gives that opportunity, I will go. അന്നും പോകും, ഇന്നും പോകും, ദൈവം ആയുസ്സ് തന്നാൽ നാളെയും പോകും. I have gone that time, even now goes, even the Lord prolongs my life, I will go. അവർ പറഞ്ഞു, പാസ്റ്റർക്ക് ദൈവാത്മാവ് നൽകുന്ന ഏത് വിഷയം സംസാരിക്കാം. They said, Pastor, whatever the topic the Lord Spirit gives you, you can speak. അങ്ങനെ ഞാൻ പ്രസംഗിക്കേണ്ട ആ ശനിയാഴ്ച ദിവസം ആ ഡേറ്റ് അവർക്ക് കൊടുത്തു. The same date when I had to preach in that other convention, I gave it to these youngsters. അപ്പോൾ കർത്താവ് പറഞ്ഞ വാക്ക് ഞാൻ ഓർത്തു.
നിന്നെ എതിർക്കുന്നവർക്ക് അവരുടേതായ ചില പ്രത്യേക മേഖലകളേ ഉള്ളൂ. ഇപ്പോൾ എനിക്കിതേ അവർക്ക് കയറാൻ മേലാത്തൊരു മേഖലയിൽ വാതിൽ ദൈവം തുറക്കുന്നു. I remember the word that the Lord had said that those who were against me had certain realms for them open, but now I am able to go to places even where they are not able to go. ദൈവം എന്നെ ഭൂമിയുടെ അറ്റത്തേക്ക് വിടുമെന്നാണല്ലോ പറഞ്ഞത്. The Lord had said me, promised me that He will take me to the uttermost parts of the earth. അതിന്റെ ബിഗിനിങ് വർക്കിന് വേണ്ടിയാണ് ഇവരെ വിട്ടതെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായില്ല. I understood that this was just part of the beginning work that He had sent them to me. ഇവരെല്ലാം കാട്ടിലെ വിജയൻ എന്ന് പറയുന്ന ഒരാളുടെ തിരുവല്ല കുരിശ് കവലയിലെ ഒരു എയർ ട്രാവലൻസിൽ ജോലി ചെയ്യുന്നവരായിരുന്നു ഈ ജിജിയും തങ്കച്ചനും. This Gigi and Tangachan were part of this place where air travel of this person, and they were part of this organization. അങ്ങനെ ഈ കാട്ടിലെ വിജയൻ തിരുവല്ലയിൽ അറിയപ്പെട്ട ഒരു മർത്തോമ തിരുമേനിയുടെ ഒക്കെ കുടുംബത്തിലുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ട്രാവൽ ഏജൻസി അയട്രായുടെ ലൈസൻസ് കിട്ടാനും രജിസ്റ്റർ ചെയ്യാനും അദ്ദേഹം ആഗ്രഹിച്ചു. So he wanted to register his vehicle, and he was desiring to do that. അങ്ങനെ ആലപ്പുഴയിൽ പോയപ്പോൾ രജിസ്ട്രേഷൻ നടന്നില്ല. When they went to Alleppey, the registration did not happen. അവർ കൊടുത്ത പേര് രജിസ്ട്രാർ തള്ളിക്കളഞ്ഞു. കാരണം ഈ പേര് മറ്റ് കമ്പനികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. The name that they had given, this other registrar put it off because this name was given to, same name was given to by other people. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് അങ്ങനെ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള പേര് കൊടുത്താലൊന്നും ഒക്കുകയില്ല എന്ന് പുള്ളിക്ക് മനസ്സിലായത്. At that time only they understood that to register in a company, whatever name that they need will not be able to be accepted. അപ്പോൾ ഈ തങ്കച്ചനും ജിജിയും തങ്ങളുടെ മുതലാളിയോട് പറഞ്ഞു, ഒരു പാസ്റ്റർ ഉണ്ട്, നമുക്ക് അദ്ദേഹത്തോടൊന്ന് പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം വഴി തുറക്കുന്നു. This Tangachan said that we have a pastor, we just pray with him, the Lord will open the way. അങ്ങനെ ജിജിയും തങ്കച്ചനും ഈ വിജയനും പ്രാർത്ഥനയ്ക്കായിട്ട് വന്നു. So this Gigi, Tangachan and Vijay came for prayer. എന്റെ മനസ്സിലേക്ക് ഓടി വന്നൊരു ചിന്ത, ആദാം ഇട്ട പേരെല്ലാം പേരായി. എത്രയോ പേരുകളാണ് ആദാമിന് ഇടാൻ ദൈവം ബുദ്ധി കൊടുത്തത്. The thought that came into my mind was, whatever Adam named the names, and what great wisdom that Lord gave him to name all the creatures. ഞാൻ 3 പേര് എഴുതി കൊടുത്തു. I wrote 3 names and gave to them. ആ 3 പേരുമായിട്ട് അവർ ആലപ്പുഴയിൽ പോയി. ആ 3 പേരും സെലക്ടഡ് ആയി. അതിലേതെങ്കിലും നിങ്ങൾ തന്നെ സെലക്ട് ചെയ്തോളാൻ രജിസ്ട്രാർ പറഞ്ഞു. So the 3 names, they went to the Alleppey, the 3 names also were selected, and they registrar asked, you can choose which you want. ഓറിയന്റ് എന്ന പേര് അവരെ സെലക്ട് ചെയ്തു. ഓറിയന്റ് ട്രാവൽസ്. The name Orient, so it became Orient Travels. ആ പേരിൽ ആ ട്രാവൽ ഏജൻസി ഇന്നും തിരുവല്ല ടൗണിൽ വന്നാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിപ്പോൾ NM രാജു എന്ന് പറയുന്ന ഒരു ബാങ്കറാണ് വാങ്ങിയിരിക്കുന്നത്. Orient Travels agency, even if you come today to Tiruvalla, you can see that today one banker, NM Raju, is having it. ജിജിക്കും തിരുവല്ലയില് കോസ്മിക്, ആ പേര് ഞാനാണ് കൊടുത്തത്, പേരില് ഒരു ട്രാവൽ ഏജൻസി ഉണ്ട്, ട്രാൻസ്പോർട്ട് ബസ്സിനടുത്ത്. ഇന്നും നിങ്ങൾക്ക് അത് വന്നാൽ കാണാൻ കഴിയും. This Gigi has another travel agency called Cosmic, and that name also I gave. Today also, if you come, you can see this travel agency there. ഈ ജിജി കുടുംബമായി വിശ്വാസത്തിലേക്ക് വന്നു. ഞാൻ അവരെ സ്നാനപ്പെടുത്തി. അവരിപ്പോൾ ഈ മണിപ്പുഴ ഞാൻ ശുശ്രൂഷ സഭയിലെ അംഗങ്ങളാണ്. This Gigi came as a family to the Lord, and I got the privilege to baptize him. Today he's in the church where we are ministered. തങ്കച്ചന് ഇപ്പോൾ ഷിക്കാഗോയില് ഒരു പെന്തക്കോസ്റ്റൽ മൊമെന്റില് സഭയില് കർത്താവിനെ ആരാധിക്കുകയാണ്. Tangachan is today in Chicago worshiping the Lord in a Pentecostal church. അപ്പൊ ഇവര് 3 പേരും കൂടെ ചിന്തിച്ചു, പാസ്റ്റർ പ്രാർത്ഥിച്ചല്ലോ, പാസ്റ്റർക്ക് എന്താ ഒന്ന് കൊടുക്കുന്നത്? So all 3 of them together thought, the pastor prayed, what should we give to this pastor? അപ്പൊ ട്രാവൽ ഏജൻസിക്കാർക്ക് അങ്ങനെ തോന്നുമ്പോൾ അവർക്ക് പാസ്പോർട്ട്, വിസ, ടിക്കറ്റ് ഇതൊക്കെയാണ് അവരുടെ മനസ്സിൽ വരുന്നത്. So when this travel agency people think about this, they think about the passport, visa and travel. അവർ ചിന്തിച്ചു പാസ്റ്റർക്ക് പാസ്പോർട്ട് ഇല്ല, ഒരു പാസ്പോർട്ട് എടുത്ത് കൊടുത്തേക്കാമെന്ന് തീരുമാനിച്ചു. So they thought the pastor doesn't have a passport. Let us help him to get a passport. ദൈവം പറഞ്ഞത് ലോകത്തിന്റെ അറ്റത്ത് അയക്കണമെന്നാണ്. അറ്റത്ത് അയക്കണമെങ്കിൽ പാസ്പോർട്ട് വേണ്ടേ? എന്റെ പാസ്പോർട്ട് ഒന്നും ഇല്ല. The Lord had said me that He would send me to the uttermost parts of the earth. If He has sent me first, passport was needed.
അവരുടെ ഓഫീസിലേക്ക് വിളിച്ചു. They called me to their office. 1-2 ഫോട്ടോ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. 2-3 photos they told me to bring. അവര് തന്നെ ഫോം എല്ലാം ഫില്ല് ചെയ്ത് ഇവിടെ ഒരു ഒപ്പ എന്ന് എന്നോട് പറഞ്ഞു. They only filled all the form and just told me to sign this place. ഒപ്പെല്ലാം ഇട്ടു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു പൈസ ഒന്നും മേടിച്ചില്ല. അവർ പറഞ്ഞു വെരിഫിക്കേഷൻ പോലീസ് വരും, ഒരാഴ്ച കഴിയുമ്പോൾ പാസ്പോർട്ട് വരും എന്ന് പറഞ്ഞു. So I didn't have to give them any money. They said after 1 week the police verification will come, then the passport will come. ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരാള് ഞങ്ങളുടെ പാഴ്സനെ ഹോളിന്റെ മുൻപിൽ നിന്ന് പാസ്റ്ററെ എന്ന് വിളിക്കുന്നു. After 1 week, one person was calling in front of a hall. I was calling out pastor. ഞാൻ ചെന്നപ്പോൾ അദ്ദേഹം പരിചയപ്പെടുത്തി, ഞാൻ പോലീസുകാരനാണ്, വെരിഫിക്കേഷൻ വന്നതാണ്. He introduced himself. I am the police here. I came for verification. ഞാൻ പറഞ്ഞു സാറെ കയറി വന്നാട്ടെ. I invited him to inside. അയാൾ കയറി വരുമ്പോഴേ എന്നോട് പറഞ്ഞു എനിക്ക് പൈസ ഒന്നും വേണ്ട, പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. When he got in early, he said, I don't need any money, pastor, just please pray for me. നിങ്ങൾ പാസ്പോർട്ട് എടുത്തവരും വെരിഫിക്കേഷൻ നടത്തിയവരും ഒക്കെ ആണല്ലോ, അറിയാമല്ലോ ഇതൊരു അത്ഭുതമാണ്. ഹൈന്ദവ സഹോദരന് വേണ്ടി, ആ പോലീസുകാരന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ വെരിഫിക്കേഷൻ കഴിഞ്ഞു, എനിക്ക് പാസ്പോർട്ട് ലഭിച്ചു. Many of you may have taken passport and you know the verification behind it, but he was from a Hindu background, God gave me the grace to pray for him when he came for the verification. പാസ്പോർട്ട് ലഭിച്ച ഉടനെ തന്നെ എനിക്ക് അമേരിക്കയിലെ വിർജീനിയയിൽ നിന്ന് ഒരു സ്പോൺസർ ലെറ്റർ വരികയാണ്. As soon as I received the passport, I got a sponsorship letter from Virginia. കാൽവറി പെന്തക്കോസ്റ്റ് ചർച്ചുകാരുടെ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാനുള്ള ഒരു ലെറ്ററാണ്. It was a letter to take part in the Calvary Pentecostal Church convention. എന്റെ സഹോദരിയുടെ ഭർത്താവ് ആ സന്ദർഭത്തിൽ കാലിഫോർണിയയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം റെക്കമെൻഡ് ചെയ്തുകൊണ്ടാണ് അവര് എനിക്ക് ഇങ്ങനെ ഒരു കത്ത് നൽകിയത്. My sister's husband was in California because he had recommended. That's why they had sent this letter to me. ആ കാൽവറി പെന്തക്കോസ്റ്റൽ മൂവ്മെന്റിന്റെ സ്ഥാപകനായ ഹെഫ്ലിനും അവരുടെ മകൾ രൂത്തും ഒക്കെ ഷാരോൺ കോമ്പൗണ്ടിൽ വന്ന് ഞാനൊക്കെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ പ്രസംഗിച്ചിട്ടുണ്ട്. അതൊക്കെ പിന്നീടാണ് ഞാൻ അറിയുന്നത്. The church leaders, the people had come to Sharon compound and preached very early, and I had come to know only later on. അങ്ങനെ എൻ്റെ സ്പോൺസർ ലെറ്റർ ലഭിച്ചു, പാസ്പോർട്ടും ആയി. പക്ഷേ മദ്രാസിൽ പോയി വിസയ്ക്ക് വേണ്ടിയുള്ള പണവും അതിന് ഫീസ് കൊടുക്കാനും എൻ്റെ ഇല്ലായിരുന്നത് കൊണ്ട് ഞായറാഴ്ച പണമെല്ലാം ആയാൽ തിങ്കളാഴ്ച മദ്രാസിലേക്ക് പോകാൻ ഞാൻ തീരുമാനിച്ചു. So that day I had applied for the visa, and by Sunday, if the money was ready for the visa, then I was ready to go to Madras to go for the visa application. ഇന്നത്തെ പോലെ നേരത്തെ ബുക്ക് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. അവിടെ ചെല്ലുക, ജെമിനി സർക്കിളിന്റെ അവിടെ ഇങ്ങനെ ക്യൂ നിൽക്കുമ്പോൾ അവര് 10 50 എത്ര പേരെ വേണം, 100 പേരെ അങ്ങോട്ട് കയറ്റുക. വിസ കൊടുത്താൽ കാശ് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ നേരത്തെ വീട്ടിൽ പോരാ. There is no procedure like this today. Advance booking, whoever goes there and stands in a queue in that circle, 50 or 100 people, they will take in, and those who had money could get the visa, otherwise they could go home early. അങ്ങനെ ഞായറാഴ്ച ആയപ്പോൾ എനിക്ക് മദ്രാസിൽ പോകാനും ഫീസ് കൊടുക്കാനും ഒക്കെയുള്ള പൈസ ആയി. ഈ സഭാവിശ്വാസികൾ നൽകിയ പണവും എല്ലാം കൂടെ ആയപ്പോൾ എൻ്റെ പൈസയായി. So when I came to Sunday, that money which was required for the visa application was enough, and by Sunday I was able to travel. റിസർവേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കാണുന്ന വണ്ടിയിലും ട്രെയിനിലും ഒക്കെ കയറി യാത്ര ചെയ്യാൻ. So without reservation, whatever train that I saw, I could get in and travel. അങ്ങനെ ഗുണമുണ്ട് റിസർവേഷൻ ഇല്ലെങ്കിൽ. That is one benefit of not reserving. അങ്ങനെ ഞാൻ ഒരു പ്ലാസ്റ്റിക് സഞ്ചിയില് സായിപ്പിന്റെ മുമ്പിൽ നിൽക്കാനുള്ള ഒരു ഡ്രസ്സും ഒക്കെ എടുത്തു വെച്ച് നേരെ ഇവിടുന്ന് കോയമ്പത്തൂരിന് ട്രെയിൻ കയറി അവിടുന്ന് മദ്രാസിലേക്ക്. So to stand in front of foreigners, to had a good white dress, and I went to Coimbatore, from there to Chennai. അപ്പം കോയമ്പത്തൂർ ട്രെയിൻ കിടക്കുമ്പോഴാണ് എന്റെ ചിന്തയിലേക്ക് ഞാൻ ഇട്ടിരിക്കുന്ന ചപ്പലാണ്. സായിപ്പ് ചപ്പല് കാണുമ്പോൾ എന്നാ തോന്നും, അതുകൊണ്ട് 2 ഷൂസ് മേടിക്കാൻ തോന്നി, കാരണം പൈസ ഉണ്ടല്ലോ കയ്യില്. So when I reached Coimbatore only, I understood that the sandals, if they see my feet, they will throw me off. So I thought to buy the shoes in Coimbatore. അപ്പൊ ഞാൻ എളുപ്പം ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഒരു ഷൂസ് കടയിൽ പോയി 2 ഷൂസ് കണ്ടു, പൈസ കൊടുത്തു, അത് മേടിച്ച് വന്നു. I went to the shoe place from the train station, got the shoes and came back.
അങ്ങനെ മദ്രാസ് അടുക്കാറായപ്പോൾ ഞാൻ ഓർഡിനറി കമ്പാർട്ട്മെന്റിന്റെ വാഷ്റൂമിൽ ഒന്ന് കുളിച്ചു. അതൊക്കെ ഭയങ്കര ട്രെയിനിങ് ഉണ്ടെങ്കിലും ഒക്കത്തുള്ളൂ. When I was reaching Madras, in that ordinary compartments place, I took bath. If you have a special training only, you can do that. അങ്ങനെ പാൻറ്റും ഒക്കെ ഇൻ ചെയ്ത് ബെൽറ്റും ഒക്കെ കെട്ടി ഷൂസ് ഇടാൻ നോക്കി. ഒരു ഷൂസ് എളുപ്പം കയറിപ്പോയി, പക്ഷെ ഒരെണ്ണം കയറുന്നില്ല. So I put my shirt in my pant and I put the shoes, and one shoe was entering, one was not entering. അതൊരെണ്ണം ചെറുതായിരുന്നു. കാരണം നോക്കിയപ്പോൾ എളുപ്പം തന്നെ അവര് എടുത്തു തന്നതില് ഒരെണ്ണം ചെറുതായിപ്പോയി. Well, when he saw, they quickly had taken and given, so one was smaller than the other. എങ്കിലും ഞാൻ എന്റെ കാല് അതിൽ തിരികെ കയറ്റി അല്പം വേദനയോടൊക്കെ ഇരുന്നു. സാഹിബിന്റെ അടുത്ത് പോവുകയല്ലേ. Even then, painfully, I squeezed my legs into those because I was going to meet this foreigner. അപ്പോൾ ഞാൻ ഈ ചേഞ്ച് ചെയ്ത എന്റെ ഈ പഴയ സഞ്ചിയിൽ ഇട്ടിരുന്ന ഡ്രസ്സ് ഇവിടെ വെക്കുമെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ ഒരു തമിഴിന്റെ തട്ടുകട കണ്ടു. So I was deciding where will I keep my change, this clothes. So I saw a tattukada of this Tamilian. അപ്പൊ അറിയാവുന്ന തമിഴില് അല്പം ഒന്ന് വർത്താനം പറയാം, ഒരു ചായ ഒക്കെ ഓർഡർ ചെയ്തു. കുടിക്കാനല്ല, പുള്ളിയോട് പരിചയപ്പെട്ട് ഇതൊന്ന് ഏൽപ്പിക്കാനാണ്. So whatever Tamil that I knew, I ordered a tea, not to just drink there, but to familiarize myself with him. ചായയൊക്കെ കുടിച്ച് അണ്ണാച്ചിയുടെ കയ്യിൽ എന്റെ ഡ്രസ്സ് പ്ലാസ്റ്റിക് സഞ്ചി ഏൽപ്പിച്ചു. അണ്ണാച്ചി സന്തോഷത്തോടെ അത് മേടിച്ച് ഒരു സൈഡിൽ വെച്ചു. So I had a tea, and this Annachi took my plastic bag, and he was very happy to keep it with him. അതിന് ഞാൻ ചെന്നപ്പോൾ ജെമിനി സർക്കിളിന്റെ അടുത്ത ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് അമേരിക്കൻ കോൺസുലേറ്റിന് മുൻപിൽ. So when I went there in front of the American consulate, many people were standing in a great queue. The Jemini circle. ഞാൻ അവിടെ നിന്നു പാന്റും ഒക്കെ ഇൻ ചെയ്ത് ഷൂസും ഒക്കെ ഇട്ട് ഫയലും ഒക്കെ പിടിച്ച് ഒരു VIP ടൈപ്പിൽ ഇങ്ങനെ ഒരു കാലിൽ വേദന അനുഭവിച്ച് ഞാൻ അവിടെ നിൽക്കുകയാണ്. So when I was there with all the shirt with the shoes on, with the one shoe very less size, I was standing there to meet the VIP. തണുപ്പ് കൊണ്ടോ ജലദോഷം എനിക്കുണ്ട് ആ സമയത്ത്. Because of the coldness, I was having running nose. പാന്റിന്റെ പോക്കറ്റിൽ കൈയിട്ടപ്പോൾ ടവലില്ല. ടവല് പഴയ പാന്റിന്റെ പോക്കറ്റിലാണ്. When I kept my hand in my pocket, the towel was not there because it was in the bag which I had given them. അരങ്ങ നിങ്ങൾ നോക്കുക, ടവലില്ല. ഇൻ ചെയ്ത് ഷർട്ടും ഒക്കെ ഇൻ ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന അയാളുടെ മൂക്കിൽ കൂടെ ഇങ്ങനെ ഈ ജലദോഷത്തിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ എന്നാ ചെയ്യും? Remember the description that I didn't have any kerchief, and I'm standing there with all the nice clothes, and there's straight running nose from my nose. ഏതായാലും എന്റെ കൂടെ നിന്ന വിസയ്ക്ക് വേണ്ടി വന്ന ഒരാള് വിവരമറിഞ്ഞു. അദ്ദേഹത്തിന് 2 ടവൽ ഉണ്ടായിരുന്നു, ഒന്ന് പുതിയതായിരുന്നു, എനിക്ക് തന്നു. അതിന്റെയൊക്കെ വില വളരെ വലുതാണ് ഇപ്പോഴേ ചിന്തിക്കുമ്പോൾ. Somehow one more person who was standing with me with the visa, he understood my situation. ദുഃഖമെന്ന് പറയട്ടെ, ആ പ്രിയപ്പെട്ടവന് വിസ ലഭിച്ചില്ല. എനിക്ക് വേണ്ടി ടവല് തരുവാൻ വന്നതുപോലെ എനിക്ക് തോന്നി. He didn't get the visa. It was like he had just come there to just provide me the kerchief at that time. അങ്ങനെ ഞങ്ങളെ ആദ്യം കുറച്ചുപേരെ ഗേറ്റിനകത്ത് കയറ്റി, പിന്നെ ഫോമൊക്കെ തന്നു, അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങളെ വീണ്ടും അകത്തേക്ക് ഇന്റർവ്യൂ നടക്കുന്ന മേഖലയിലേക്ക് കയറ്റി. They took us into the gate and we filled some forms, and then they brought us to another place where the interview was happening. പക്ഷെ ആ സന്ദർഭത്തിലും ഇത് പരിശുദ്ധാത്മാവ് എന്നെ ഭൂമിയുടെ അറ്റത്തേക്ക് അയക്കും എന്ന് പറഞ്ഞാലും അമേരിക്കയിലേക്ക് അയക്കുമെന്നുള്ളതാണോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ടായി. That time I had this doubt, though the Holy Spirit had told me that he will take me to the uttermost parts of the earth, will he be taking to me to the America this time, I thought. എന്നോട് മാത്രമല്ല, മറ്റ് കാനം ലീലാമ്മ എന്ന് പറയുന്ന ഒരു സിസ്റ്ററിലൂടെയും എന്നോട് സംസാരിച്ചിട്ടുണ്ട്. Not only to me, through me, but through another sister, also the Lord has spoken to me. എങ്കിലും ഒരു കൺഫർമേഷൻ എനിക്ക് അങ്ങോട്ട് ആകുന്നില്ല. Yet I was not confirmed much. ഞാൻ അമേരിക്കൻ കോൺസുലേറ്റിന്റെ വാഷ്റൂമിൽ കയറി പ്രാർത്ഥിക്കാൻ ഒരു സ്ഥലം നോക്കിയിട്ട് ഒരിടത്തും കാണുന്നില്ല. എല്ലാം ഇന്റർവ്യൂ നടക്കുകയാണ്. I was looking for a place to pray, and there's no place there. Everywhere it was happening, so I went to the washroom. നല്ല വൃത്തിയായ വാഷ്റൂം, very cleaned washroom. പല പ്രാർത്ഥന നടക്കുന്ന സ്ഥലത്തെക്കാളും വൃത്തിയായ സ്ഥലം. It was more cleaner than many places where the prayers happen. ഞാൻ അവിടെ നിന്നുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഇത് അങ്ങയുടെ ഹിതമല്ലെങ്കിൽ എനിക്ക് വിസ ലഭിക്കരുത് എന്ന് പ്രാർത്ഥിച്ചു.
I prayed, Lord, if it's not your will, let me not receive this visa. ഒരു പ്രാവശ്യമല്ല, 1-2 പ്രാവശ്യം പ്രാർത്ഥിച്ചു. Not just once, 1, 2, 3 times I used to pray. അപ്പോഴേക്കും എന്നെ വിളിക്കേണ്ട എന്റെ ടോക്കൺ നമ്പർ തെളിഞ്ഞു. Then the token number for me came up. സായിപ്പ് അതിന്റെ പേപ്പറെല്ലാം നോക്കി. പേപ്പർ എന്ന് പറഞ്ഞാൽ ഈ സ്പോൺസർ ലെറ്ററും ഈ പാസ്പോർട്ടും പിന്നെ അന്ന് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ബൈബിൾ സ്കൂളിലെ ഒരു ലീവ് ലെറ്ററും അത്രേ ഉള്ളൂ. അല്ല വേറെ പരിപാടിയും പ്രമാണവും എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്തൊന്നുമില്ല. അങ്ങനെയുള്ള പരിപാടി എനിക്ക് അന്നും ഇല്ലെന്നുമില്ല. So that time he just that I had that invite letter, my passport and the leave letter from my Bible college. That was all enough was there that for him to examine. അപ്പം ഈ സ്പോൺസർ ലെറ്ററിനകത്ത് എനിക്ക് അവിടെ പ്രസംഗിക്കാൻ അവസരമുണ്ടെന്നില്ല, അതിനുവേണ്ടിയല്ല, അറ്റൻഡ് ചെയ്യാൻ വിളിച്ചിരിക്കുകയാണ്, ടിക്കറ്റോ തരുന്ന കാര്യമില്ല, ഫുഡും അക്കോമഡേഷനും തരാമെന്ന് മാത്രമേ അതിനകത്തുള്ളൂ. So in that sponsored letter, it was not invitation for me to preach, just to attend the program, and they would provide the food and accommodation. Nothing, no details about the ticket. അങ്ങനെയുള്ള ലെറ്റർ ആണെങ്കിൽ നമുക്ക് അതിനുള്ള കഴിവുണ്ടെന്നുള്ള തെളിവ് കാണിക്കണം, അല്ലെങ്കിൽ വിസ കിട്ടുകയല്ല. അതാണ് എൻ്റെ ശരി. If that kind of letter is there, we have to show the ability that we have the ability to provide for the tickets. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ സായിപ്പ് ആ ചോദ്യം എന്നോട് ചോദിച്ചു. So as I expected, that one asked me this question. എത്ര രൂപ നിനക്കുണ്ട് നിന്റെ ബാങ്കിലെന്ന് ചോദിച്ചു. How much money do you have in your bank account? ഞാൻ ഒരു 300 രൂപ കാണുമായിരിക്കും. ഞാൻ അന്ന് 200 250 രൂപ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. So I thought it will be around 300 rupees. I said there's some 200 or 250 maybe there in my account. സായിപ്പിന് അമേരിക്കയില് അന്നൊരു പെപ്സി കുടിക്കാനുള്ള പൈസ. For that foreigner to drink the Pepsi, it was enough for that money. അദ്ദേഹം എന്റെ മുഖത്തേക്ക് നോക്കി. He looked at my face. അയാൾക്ക് സന്തോഷമായി. He was so happy with me. അദ്ദേഹം എന്നോട് പറഞ്ഞു, പൊക്കോ, വിസ ഇഷ്യൂ ചെയ്തോളാം, 4 മണിക്ക് അതിന്റെ ഫീസ് അടയ്ക്കുക, 4 മണിക്ക് വിസ കളക്ട് ചെയ്യാമെന്ന്. So he said, please go, I will issue the issue. It's a visa, just you can pay the fees. അന്നങ്ങനെയാണ്. നേരത്തെ വീട്ടിൽ പോകണമെങ്കിൽ വിസ കിട്ടാതിരിക്കുകയാണെങ്കിൽ നേരത്തെ വീട്ടിൽ പോകാം, അല്ലെങ്കിൽ 4 മണി വരെ വെയിറ്റ് ചെയ്യണം. So the thing was, if you didn't get visa, you can go early, otherwise you have to wait 4 p.m. അങ്ങനെ ഞാൻ ചെന്നപ്പോൾ അവിടെ 4 മണിക്ക് ചെന്നപ്പോൾ എനിക്ക് 1 വർഷത്തെ മൾട്ടിപ്പിൾ എൻട്രി വിസ, അമേരിക്കൻ വിസ എന്റെ പുതിയ പാസ്പോർട്ടില് ആദ്യമായിട്ട് പതിഞ്ഞിരിക്കുന്നു. Like that, when I went at 4 p.m, there was a multiple entry visa for 1 year. Permit was given. പക്ഷെ എന്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല അമേരിക്കയിലേക്ക് അന്ന് പോകാൻ. അന്ന് ഇത് 1987 അന്ന് 12,000 രൂപ മതി ഈ വെർജീനിയയിൽ ചെല്ലാനായിട്ട്. So I didn't have much money with me in 1987. It was only 15,000 was enough for me to pay the tickets to reach there. പക്ഷെ അതെന്റെ കയ്യിൽ ഇല്ലായിരുന്നു. But that much money I wasn't having. അപ്പോൾ ഞാൻ കൺവെൻഷന് ചെന്നപ്പോൾ സംഘാടകർ എന്നെ പ്രസംഗിപ്പിക്കാതിരുന്നത് കൊണ്ട് ഒരു ഐസക് സാറ് എന്നോട് വലിയ സ്നേഹമായി. When I went for the convention, because they had not allowed me to preach, there was an Isaac sir who was very delighted and close to me. അദ്ദേഹം സൗദി അറേബ്യയിലെ ആരാംകോയിലെ ഒരു ഇലക്ട്രോണിക് എഞ്ചിനീയർ ആയി. He was an electronic engineer in Saudi Arabia. അദ്ദേഹം കടപ്ര എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. പാലത്തിങ്കൽ എന്നാണ് വീട്. He was staying in a place called Kadapara. The Palathingal was the house name. അദ്ദേഹത്തിന്റെ വീടിന് അടുത്തായിരുന്നു ഈ കൺവെൻഷൻ. എന്റെ പ്രസംഗം കേൾക്കാൻ അദ്ദേഹം ചെന്നിരുന്നു. പക്ഷെ ഞാനന്ന് അവിടെ ഇല്ലായിരുന്നല്ലോ. കാരണം അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ദുഃഖമായി. He had gone to listen to my convention message there, but when he went there, he didn't hear. He didn't find me, and when he heard the reason, he was very sorrowful to hear about that. ഈ പാപ്പച്ചാനെ പാഴ്സണേജിൽ വന്നു. This Papachan came to my parsonage. അദ്ദേഹത്തിന്റെ പേരാണ് ഐസക് എന്ന് വിളിക്കും. പാപ്പച്ചാന് പറഞ്ഞു, പാസ്റ്ററെ കൺഗ്രാജുലേഷൻ, വിസയൊക്കെ കിട്ടിയെന്ന് അറിഞ്ഞു, കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വന്നു. Papachan, brother, he said, Pastor, congratulations, I heard that you got visa. I came to congratulate you. അടുത്തത് സാധാരണ ചോദിക്കുന്നത് എപ്പോഴാണ് പോകുന്നതാണല്ലോ. Next, usually they'll ask, when are you leaving? എപ്പോഴാണ് പാസ്റ്റർ പോകുന്നത് ചോദിച്ചു. He asked me, when are you, Pastor, leaving? ഞാൻ പറഞ്ഞു ഉടനെ പോകുന്നുണ്ട്. പിന്നെ ചോദിച്ചു, എപ്പോഴാണ് പാസ്റ്റർ പോകുന്നത്? ഞാൻ പറഞ്ഞു ഉടനെ പോകുന്നുണ്ട്. I told him, yeah, soon I'll be leaving. Again, he asked me, when are you leaving, Pastor? അദ്ദേഹത്തിന് മനസ്സിലായി
എൻ്റെ കയ്യിൽ പൈസയില്ലെന്ന്. He understood that I don't have money. അദ്ദേഹം കടപ്പുറയിലേക്ക് പോയിട്ട് മടങ്ങി വന്നു. He went to Kadappara and came back. അദ്ദേഹത്തിന്റെ ഒരു ചെക്ക് ബുക്ക് എന്റെ കയ്യിലേക്ക് തന്നു. He gave a checkbook into my hand. പാസ്റ്റർക്ക് ഇഷ്ടമുള്ള പണം എഴുതിയെടുത്തോളാൻ പറഞ്ഞു. He told Pastor, whatever amount you like, you can write it. അങ്ങനെ എനിക്ക് പണമായി. That how the money was arranged for me. ഞാൻ വേദനിച്ച് കരഞ്ഞ ആ സഭാ ഹാളിൽ 2 മാസം കഴിഞ്ഞപ്പോൾ The hall where I had painfully sorrowfully cried after 2 months. അമേരിക്കയിലേക്കുള്ള എന്റെ യാത്രയപ്പയോ നടക്കുകയാണ്. There was a send-off program for me to go to America. ഈ വിജയനും തങ്കച്ചനും ജിജിയും ഈ പാപ്പച്ചായനും അന്ന് തിരുവല്ലയിലെ സബ് ഇൻസ്പെക്ടർ ആയിരുന്ന സെബാസ്റ്റ്യൻ അവരും അദ്ദേഹവും അങ്ങനെ പലരും എന്നെ യാത്ര ചെയ്യിക്കാൻ അവിടെ വന്നു. So this Vijayan, this Tangachan, this Papachayan, and the sub-inspector of that day, Sebastian, and many people came there to send me off. Christy Sebastian. അങ്ങനെ ഞാൻ കണ്ണുനീരൊഴുക്കിയ ആ സ്ഥലത്ത്, ഞാൻ ചീത്തവിളി കേട്ട ആ സ്ഥലത്ത് നിന്ന് 2 മാസം കഴിഞ്ഞപ്പോൾ ഈ സൈക്കിള് തനിക്ക് തന്നാൽ വീലിൽ ചെളി പറ്റും എന്നോട് പറഞ്ഞ സ്ഥലത്ത് നിന്ന് എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് ഇന്ത്യക്ക് വെളിയിലേക്കുള്ള യാത്രയിൽ 87 അമേരിക്കയിലേക്ക് പോകാൻ ഭാഗ്യം ലഭിച്ചു. The place where I was hurled insults upon, where people had denied me, where they had said if I put the cycle there will be a lot of mud. In that place where I was humiliated, the Lord opened a way for me to go to America. 1 വർഷം കഴിഞ്ഞപ്പോൾ എന്നെ ഡിനേ ചെയ്ത അതേ ചർച്ചിലും പ്രസംഗിക്കാൻ, കൺവെൻഷനിൽ പ്രസംഗിക്കാൻ ദൈവം എനിക്ക് അവസരം നൽകി. After 1 year, the same church which had denied me to preach, after 1 year they provided a chance for me to preach there. ഒത്തിരി വൈകി ഭൂമിയുടെ അറ്റത്ത് പോയ അനുഭവം ഞാൻ പിന്നീട് പറയാം. After the time is gone, the uttermost parts of the world where the Lord took me, I will share. അതിന്റെ യാത്രയുടെ ഒരു ആരംഭമായിരുന്നു. Those journeys, this was the beginning. നമുക്ക് വെളിപ്പാട് പുസ്തകത്തിലേക്ക് വേഗം വരാം. We'll come soon to the book of Revelation. 4-ാം അധ്യായത്തിൽ നാം കാണുന്നത് കർത്താവ് യോഹന്നാനെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുകയാണ്. We see in the chapter 4 of Revelation, the Lord is inviting him to അവിടെ അനവധി രഹസ്യങ്ങൾ, അനവധി കാര്യങ്ങൾ താൻ കാണുകയാണ്. There he is seeing Lord of secrets and Lord of mysteries. ദൈവം സിംഹാസനത്തിൽ ഇരിക്കുന്നു. The Lord is seated on the throne. അവിടെ ഒരു പളുങ്ക് കടലുണ്ട്. There is a sea of glass. അവിടുന്ന് ഒരു വില്ലുണ്ട്, ഒരു മരതക വില്ലുണ്ട്. There in the midst of the throne there is a arrow. 24 മൂപ്പന്മാർ അവിടെയുണ്ട്. There are 24 elders. 4 ജീവികൾ അവിടെയുണ്ട്. 4 living creatures. ദൈവത്തിന്റെ 7 ആത്മാക്കൾ അവിടെയുണ്ട്. The 7 spirits of God are there. അവിടെ ആരാധന നടക്കുകയാണ്. There the worship is going on. ഈ ജീവികൾ ആരാധിക്കുകയാണ്. These living creatures are worshiping God. വിശ്രമം കൂടാതെ ആരാധിക്കുകയാണ്. Without rest, they are continually worshiping. ഈ ആരാധനയുടെ ഓരോ സെക്ഷനിലും ഈ മൂപ്പന്മാർ ആ സിംഹാസനത്തിൽ എഴുന്നേറ്റ് കിരീടമെടുത്ത് ഈ കർത്താവിന്റെ പാദപീഠത്തിൽ വെച്ച് അവരും ആരാധിക്കുകയാണ്. In each of these sessions, these elders are taking down the crowns and putting in front of the Lord and worshiping God. ഇന്ന് അല്പമായി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ആരാണ് ഈ 4 ജീവികൾ എന്നുള്ളതാണ്. Today we are going to think more about who are these 4 living creatures. 4 ജീവികൾ, 4 creatures. ഭൂമിക്ക് വെളിയിൽ ഏതെങ്കിലും ജീവജാലങ്ങൾ ഉണ്ടോ എന്നുള്ള അന്വേഷണത്തിലാണ് ശാസ്ത്രം. The scientific world is in the process of discovering, is there any living creatures outside this earth? അതിൽ നാസയും യൂറോപ്യൻ യൂണിയന്റെ യൂറോപ്യൻ സ്പേസ് സെന്റർ തുടങ്ങിയ ലോകത്തിലുള്ള എല്ലാ ശാസ്ത്രജ്ഞന്മാരും ഈ വിഷയത്തിലും റിസർച്ച് ചെയ്യുന്നുണ്ട്. The NASA, the European agencies and a lot of scientific people are researching a lot of things in this. ഈ ഭൂമിയിൽ ഇത്രയും ജീവികളും ജീവജാലങ്ങളും ഉണ്ടെങ്കിൽ കോടാനുകോടി ഗോളങ്ങളുള്ള ഈ പ്രപഞ്ചത്തിൽ ഇതിൽ പരമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള അന്വേഷണത്തിലാണ് അവർ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്.
There are so many different kinds of creatures, living creatures in this earth. In this billions of galaxies and planets, there may be lot of other creatures existing. ഫ്ലൈങ് സോസറിനെ കുറിച്ചും മറ്റ് പല കഥകളും നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും അവയൊന്നും ഇന്നും ആധികാരികമല്ല. Flying the saucer, if we hear the stories about it, we have not yet proven it literally. അവരന്വേഷിച്ചുകൊണ്ടിരിക്കട്ടെ. അവരന്വേഷിച്ചുകൊണ്ടിരിക്കട്ടെ. ടെലസ്കോപ്പുകൾ, റേഡിയോ ടെലസ്കോപ്പുകൾ ഇതൊന്നുമില്ലാതിരുന്ന കാലത്ത് യോഹന്നാൻ കാണുകയാണ് ഭൂമിക്കപ്പുറേ 4 ജീവികളെ. Even in the days where there was no telescope or radio telescopes, the Apostle John is saying 4 living creatures. ഒരു ജീവിയുടെ മുഖം സിംഹത്തിന് സാദൃശ്യമാണ്. 4:7 നമ്മളത് വായിക്കുന്നു. In chapter 4 verse 7 we see one face of one beast was like a lion. ഞാനിത് മലയാളത്തിൽ വായിക്കാം. ഡോക്ടർ ജസ്റ്റിൻ റീഡ് ഇൻ ഇംഗ്ലീഷ്. അതിന്റെ 6 മുതലുള്ള വാക്യങ്ങൾ, 7 മുതലുള്ള വാക്യങ്ങൾ. 1-ാം ജീവി സിംഹത്തിന് സദൃശ്യം, 2-ാം ജീവി കാളയ്ക്ക് സദൃശ്യം, 3-ാം ജീവി മനുഷ്യനെ പോലെ മുഖമുള്ളത്, 4-ാം ജീവി പറക്കുന്ന കഴുകന് സദൃശ്യം. 4 ജീവിക്കും ഓരോന്നിനും 6 ചിറകുകളായി, ചുറ്റിലും അകത്തും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. Yes, please. And the first beast was like a lion, and the second beast like a calf, and the third beast had a face of a man, and the fourth beast was like a flying eagle, and the 4 beasts had each of them 6 wings about him, and they were full of eyes within. ഈ ജീവികളുടെ രൂപം വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണിക്കുകയാണ്. Here the form of these beasts are mentioned specifically. സ്വർഗ്ഗത്തിൽ സറാഫുകളുണ്ട്. There are seraphims in heaven. അതിന് 6 ചിറകുകളുണ്ട്. They have 6 wings. പക്ഷേ സറാഫുകളുടെ രൂപം ഇങ്ങനെയാണെന്ന് എഴുതിയിട്ടില്ല. But the seraphim's form is not described there. സ്വർഗ്ഗത്തിൽ മീഖായേലുണ്ട്, ഗബ്രിയേലുണ്ട്. അവരുടെ രൂപം വ്യക്തമായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. In heaven there is presence of Michael and Gabriel. Their forms is not specifically. കോടാനുകോടി ദൂതന്മാരുണ്ട്. അവരുടെ രൂപങ്ങൾ വ്യക്തമായിട്ട് നമുക്കറിഞ്ഞു. Millions of angels are there. Their form is not described well. എന്നാൽ ഇതിന്റെ രൂപം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. But here their forms are specifically. 1-ാമത്തെ ജീവി സിംഹത്തിന് സദൃശ്യമാണ്. The first living creature was like a lion. 2-ാമത്തെ ജീവി കാളയ്ക്ക് സദൃശ്യമാണ്. Second beast was like a calf. 3-ാമത്തെ ജീവി മനുഷ്യന് സദൃശ്യമാണ്. The third beast was like a man. 4-ാമത്തെ ജീവി കഴുകന് സദൃശ്യമാണ്. Fourth beast was like a flying eagle. ഈ 4-ാം അധ്യായത്തിലെ പ്രധാനമായ വിഷയം ദൈവവും ദൈവാരാധനയുമാണ്. So in this 4th chapter the main topic is God and the worship of God. നമ്മൾ അങ്ങനെയുള്ള മെയിൻ ടോപ്പിക്കിൽ ടച്ച് ചെയ്തായിരിക്കും പ്രധാനമായി നമ്മൾ പോകുന്നത്. We will be going through touching those main topics and going forward. 24 മൂപ്പന്മാർ ആരാണ്, 4 ജീവികൾ ആരാണ്, ഇതിനെക്കുറിച്ച് ഒത്തിരി പറഞ്ഞ് നമ്മൾ ഈ ക്ലാസ്സിൽ ടൈം ഉപയോഗിക്കുകയില്ല. We will not be using much time to see who are the 24 elders and the 4 living creatures. അതിവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. There's no much use of saying that here. ന്യൂക്ലിയർ മെഡിസിന്റെ പ്രൊഫസറാണല്ലോ ഡോക്ടർ ജസ്റ്റിൻ. Am I right? Yes. അപ്പം ഈ ഡോക്ടർ പനി പരിശോധിക്കുന്ന ഒരാളോട് ഈ കാര്യങ്ങളൊന്നും ഒത്തിരി വിശദീകരിക്കേണ്ട കാര്യമില്ല. So this scientific doctor doesn't have to go and speak to a physician who's examining the fever. എന്നാൽ ഇതെല്ലാം ഒരു ഡോക്ടറെ പരിശോധിക്കുകയും പറയുകയും ചെയ്യേണ്ടതാണെങ്കിലും ഓരോ ഡിപ്പാർട്ട്മെന്റ് തിരികുകയാണ്. Though all this one doctor has to say, they are divided into various departments. അപ്പോൾ നമ്മുടെ ഈ ക്ലാസ്സില് നമ്മൾ മെയിൻ കാര്യങ്ങൾ ഫോക്കസ് ചെയ്തു പോകും. So in our class we will be focusing on the main essential topics. എങ്കിലും ഒന്ന് ചെറുതായിട്ട് ടച്ച് ചെയ്യാതെ പോകുകയല്ല. 24 മൂപ്പന്മാർ ആരാണ്, ഈ 4 ജീവികൾ ആരാണ്, അവിടെ നമുക്ക് 5 ജീവി ഉണ്ടെങ്കിലും 50 മൂപ്പന്മാരുണ്ടെങ്കിലും നമുക്ക് പ്രശ്നമുള്ള കാര്യമല്ല. നമുക്ക് ആരാധനയാണ് വിഷയം. നമുക്ക് ദൈവത്തെ ആരാധിക്കണം. Even though we will not be just without touching, it's whatever number of creatures or angels are there, it's not a great subject to us, but what is important we will be seeing here. എങ്കിലും ഇതിൽ 4 ജീവി 24 മൂപ്പന്മാരെന്നൊക്കെ എഴുതിയിരിക്കുന്നുണ്ട്. അതിനൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയ അർത്ഥങ്ങളുണ്ട്. Even then, these 4 living creatures and this 24 elders are great meanings attached to it. ലിറ്ററലി ഈ 4 ജീവികളും അവിടെ ഉണ്ട്. നമുക്കവരെ പോയി കാണാൻ കഴിയും.
Literally, these four living creatures are there. We can go and visualize them. നമുക്ക് അവരുടെ മുഖമൊക്കെ ഒന്ന് പൊക്കി നോക്കാനും സംസാരിക്കാനൊക്കെ അവസരമുണ്ട്. കർത്താവിന്റെ വരവിൽ അത് സംഭവിക്കും. യോഹന്നാന് ദൈവം നേരത്തെ ഭാഗ്യം കൊടുത്തു. At the coming of the Lord, we can meet with them as the Lord gave the privilege for John before itself. We will also be able to ഇവരുടെ see ചെറുകെ പിടിച്ചൊന്ന് തൂങ്ങുകയോ പിള്ളേര് ചാടുന്നോ ആടുകയോ എന്നുള്ള അവരൊന്നും എതിർപ്പുണ്ടാക്കിയല്ല. If you go and hang by the wings like the children play, they will not be fighting with us. എങ്കിലും ഈ ജീവികൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. Yet these living creatures teach to us certain important things. ഇസ്രായേൽ മക്കൾ കനാൻ നാട്ടിലേക്ക് പോകുമ്പോൾ ഏകദേശം 6 ലക്ഷം യോദ്ധാക്കൾ, ഒരു 30-35 ലക്ഷം ജനങ്ങൾ കാണും. When the Israelites were going to the land of Canaan, there were 6 lakh men, around 30 to 35 lakhs totally people were there. അപ്പൊ ഇത്ര ആൾക്കാരെ ഒരു മിലിറ്ററി ചിട്ടയിൽ വേണമായിരുന്നു നയിക്കാനായിട്ട്. So this much people had to be taken, led in a military style. ഇന്നത്തെ പോലെ PA സിസ്റ്റമോ ടെലിഫോൺ സിസ്റ്റമോ വാക്കി ടോക്കിയോ ഇന്റർനെറ്റോ ഒന്നുമില്ലാതിരുന്ന കാലമാണെന്ന് ഓർക്കണം. You have to remember that those days they didn't have anything like PA system or telephone or walkie-talkie, anything of communication. പരിചിതമായ വഴിയുമല്ല. And the way was not familiar to them. സംഖ്യാപുസ്തകം വായിച്ചാൽ അതിന്റെ ഓർഡർ നമുക്ക് കാണാൻ കഴിയും. If you read the book of Numbers, you will see the order that they went in. ഈ മുഴുവൻ ജനത്തെയും 12 ഗോത്രങ്ങളിലായിട്ട് 12 ഡിവൈഡ് ചെയ്തു. All these people were divided into 12 tribes. ഈ 12 ഗോത്ര തലവന്മാർ പിന്നീട് അത് 4 ഡിവൈഡ് ചെയ്തു. 3 ഗോത്രങ്ങൾ തമ്മിൽ ഒരു സംഘമാക്കി. So the leaders of the 12 tribes later on they divided into 4 groups. Each group had 3 tribes. അപ്പൊ 60 ലക്ഷം പേരെ 12 ഗ്രൂപ്പാക്കി. So this 30 lakh people were into 12. ആ 12 ഗ്രൂപ്പിനെ പിന്നെയും 4 ഗ്രൂപ്പാക്കി. So these 12 tribes were put into 4 groups. അപ്പം 3 ഗോത്രങ്ങൾ അടങ്ങിയതാണ് ഒരു ഗ്രൂപ്പ്. So it was one group was having 3 tribes. അവർക്ക് ഓരോരുത്തർക്കും ഒരു കൊടി കൊടുത്തു. Each of them were given a banner. ഇവരുടെ സമാഗമന കൂടാരം അവർ പാളയം അടിക്കുന്നതിന് നടുക്കായിരിക്കും. They had to keep it in the middle of the place where they were having the tent of meeting. ആ സമാഗമന കൂടാരത്തിന്റെ കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കുമായിട്ട് ഈ കൊടികൾ നാട്ടി ഈ 3 ഗോത്രങ്ങൾ അണിയണിയായിട്ട് കൂടാരത്തിൽ താമസിക്കണം. So these flags were kept in the north, south, east and west of the tent of meeting, and all these 3 groups, each of 3 groups of tribes were on each side in one place. ഈ സമാഗമന കൂടാരത്തിന് 3 പാർട്ടാണ്. ഒന്ന് കോർട്ട്യാർഡ്, മറ്റൊന്ന് ഹോളി പ്ലേസ്, അടുത്തത് മോസ്റ്റ് ഹോളി പ്ലേസ്. The tabernacle had 3 parts. One was the outer courtyard, the holy place and the most holy place. ഈ അതിവിശുദ്ധ സ്ഥലത്ത് ദൈവത്തിന് നിയമപ്പെട്ടകവും അതിന്റെ മുകളിലൂടെ ഒരു പുകത്തൂണും ഈ സമാഗമന കൂടാരത്തിന്റെ മുകളിൽ ഉയർന്നു നിൽക്കും. In this most holy place there was this ark of the covenant and there was a great staff above it. അത് രാത്രിയിൽ വെളിച്ചം നൽകുന്ന, ചൂട് നൽകുന്ന ഒരു അഗ്നിസ്തംഭമായി മാറും. പകൽ തണല് നൽകുന്ന ഒരു മേഘസ്തംഭമായി അത് മാറും. In the night it would become a great pillar of fire giving out heat, and in the morning it would be a pillar of cloud. ഈ ഷെക്കേന ആ വിശുദ്ധ സ്ഥലത്തുനിന്ന് ഉയർന്ന് മുൻപോട്ട് യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇവരും യാത്രയ്ക്ക് ഒരുങ്ങണം. When the Shekinah lifted up from the most holy place and started moving forward, they also had to begin their journey. അത് കാണുന്ന മോശ ആദ്യത്തെ കാഹളം ഊതുമ്പോൾ എളുപ്പം ടെന്റ് അടുക്കി സാധനങ്ങളെല്ലാം അടുക്കി സമാഗമന കൂടാരം അടുക്കേണ്ടവർ ഓരോരുത്തരും ആ ജോലി ചെയ്ത് യാത്രയ്ക്ക് വേണ്ടി അറ്റൻഷനായി നിൽക്കും. When Moses saw that the crowd lifting up, Moses would tell all the people who were in charge of putting the tent of meeting together, taking this journey, everyone were ready to start their journey. ഈ ഷെക്കേന എവിടെ ചെന്ന് നിൽക്കുമോ അവിടെ സമാഗമന കൂടാരം അടുക്കുകയും അതിന്റെ കിഴക്കും തെക്കും വടക്കും പടിഞ്ഞാറുമായിട്ട് ഇവർ ടെന്റ് അടിച്ച് ആ കൊടിക്കീഴിലായിരിക്കണം. Wherever this cloud went and stayed, they used to pitch the tabernacle, and in the north, south, east and west direction they would pitch their respective tents of the tribes. അവർ 40 ദിവസത്തെ വർഷത്തെ യാത്രയിൽ 41 പ്രാവശ്യം പല സ്ഥലങ്ങളിലായി താമസിച്ചു.
In 40 years of their journey through the wilderness, in 41 different places, they had to pitch their tents. ഇന്ന് നിങ്ങൾ പുറപ്പാട് പുസ്തകം, സംഖ്യാപുസ്തകം, ആവർത്തന പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. This you will understand when you read the book of Exodus, the Numbers and Deuteronomy. സംഖ്യാപുസ്തകം 2-ാം അധ്യായത്തിലാണ് നമുക്ക് ഈ കൊടിയെ നമുക്ക് കാണും, 4 കൊടികൾ. In Numbers chapter 2, we see about this 4 banners. ചരിത്രകാരന്മാർ പറയുന്നത് ഈ കൊടിയുടെ അടയാളങ്ങൾ സിംഹത്തിന്റെയും കാളയുടെയും മനുഷ്യന്റെയും കഴുകന്റെയും രൂപത്തിലുള്ള കൊടിയടയാളങ്ങളായിരുന്നു എന്നാണ്. The historians of the Bible say that these 4 banners were representing, one was the face of the lion, one was the face of a man, one was the face of a calf, and another was the face of an eagle. ഈ 4 കൊടിയും അതിന്റെ കൊടി അടയാളങ്ങളും നമ്മുടെ കർത്താവായ യേശുവിനെയാണ് വ്യക്തമാക്കുന്നത്. These 4 flags and the signs attached to it is represented in the Lord Jesus. സിംഹം യേശു രാജാവാണെന്ന് ചിത്രീകരിച്ചു നിൽക്കുന്നു. The lion shows that Jesus is the King of Kings. യഹൂദ ഗോത്രത്തിന്റെ സിംഹം. He was the lion of the tribe of Judah. ആ സിംഹത്തിന്റെ, ആ കൊടിയുടെ കീഴിൽ അനുസരത്തോട് നിൽക്കുന്നവരാണ് കനാൻ നാട്ടിൽ എത്തുന്നത്. So those who are obediently staying under the flag of that lion will reach the promised land of Canaan. കാളയുടെ സദൃശ്യമുള്ള കൊടി. Another was the banner with the calf image. കാള ദാസ്യത്വത്തെയും യജമാനന് വേണ്ടി കഷ്ടപ്പെടുവാൻ സഹായിക്കുന്ന ഒരു ജീവിയായിട്ടാണ് സദൃശ്യമായി നിൽക്കുന്നത്. The calf was representing the one who was the ready to serve and in the place of servanthood to serve the master. യേശു ഒരു ദാസനാണ്, ദൈവത്തിന്റെ ദാസനാണ്. ഒരു ദാസനായിട്ടാണ് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി ഒരു ദാസനായിട്ടാണ് കർത്താവ് ഈ ഭൂമിയിൽ വന്നത്. Jesus was a servant of God. He did not make himself equal to God, but he came down in a form of servant to serve. ആ ദാസ്യത്വത്തിലാണ് ക്രൂശീകരണവും എല്ലാം നടക്കുന്നത്. In that servanthood where is the crucifixion and all those purposes being established. ആ കൊടിക്കീഴിൽ നിൽക്കുന്നവർ കനാൻ നാട്ടിലേക്ക് പോകുകയാണ്. Those who are under that banner also are reaching the Canaan. മൂന്നാമത്തെ കൊടി മനുഷ്യന്റെ സദൃശ്യത്തോടുള്ള കൊടിയായിരുന്നു. The third banner was of the appearance of man. യേശു ഒരു പൂർണ്ണ മനുഷ്യനായിരുന്നു. Jesus was a complete man. യേശു ദൈവമായിരുന്നു. Jesus was God. പക്ഷേ കർത്താവ് പൂർണ്ണ മനുഷ്യനായിരുന്നു. But our Lord was a complete perfect man. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവനും ജഡരക്തങ്ങളോട് കൂടിയവനായി ഇവിടേക്ക് വന്നു. Because the children were of the flesh and blood, he also came in the form of flesh and blood with us. കഴുകൻ ഉയർന്നു പറക്കുന്നതാണ്. The eagle shows the creature which flies high. കർത്താവിന്റെ ദൈവത്വത്തെയാണ് അത് കാണിക്കുന്നത്. That signifies the divinity, divine nature of the Lord. കർത്താവ് യഹൂദ ഗോത്രത്തിലെ സിംഹം മാത്രമല്ല, our Lord is not only the lion of the tribe of Judah. ഒരു ദാസൻ മാത്രമല്ല, he is not only a servant. ഒരു പൂർണ്ണ മനുഷ്യൻ മാത്രമല്ല, he is not just a great complete person. കർത്താവ് ദൈവമാണ്. But the Lord is God. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ 4 കൊടികൾ 4 സുവിശേഷങ്ങളാണ്. When you come to the New Testament, these 4 banners are showing the 4 gospels. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. Matthew, Mark, Luke and John. ഈ 4 കൊടിക്കീഴിൽ വേണം നമ്മൾ സ്വർഗീയ കനാനിലേക്ക് യാത്ര ചെയ്യാൻ. Under this 4 banners should we take our journey to the heavenly Canaan. പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ചില സുവിശേഷ വിരോധികൾ ചോദിക്കാറുണ്ട്. Many people, those who are against the gospels, will ask us this question. ഈ 4 സുവിശേഷകന്മാർ ഒരുപോലെ അല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. Oh, these 4 gospel writers are not mentioned in the same manner. ഉദാഹരണമായിട്ട് മത്തായി പറയുന്നു 2 കള്ളന്മാരും യേശുവിനെ നിന്ദിച്ചു. For example, Matthew says that both the thieves they ridiculed the Lord Jesus. എന്നാൽ ലൂക്കോസ് പറയുന്ന ഒരാൾ മാനസാന്തരപ്പെട്ടു, ഒരാൾ മാത്രം നിന്ദിച്ചു. But Luke said one person alone despised the Lord, another person was repentant. What is the difference then? മത്തായി പറഞ്ഞത് ശരിയാണ്, ലൂക്കോസ് പറഞ്ഞത് ശരിയാണ്. Why is this difference? Matthew said is correct or Luke said is correct? മത്തായി പറഞ്ഞത് അവരുടെ ആരംഭ സമയമാണ്.
Matthew spoke about their initial time in the cross. ലൂക്കോസ് പറഞ്ഞത് ആ ഒരു കള്ളന്റെ മാനസാന്തരത്തിന് ശേഷമുള്ള കാര്യമാണ്. Luke spoke about the thieves' time after the repentance. ഇവർ ഏകദേശം 6 മണിക്കൂർ ക്രൂസിൽ കിടന്നിരുന്നു. They were about 6 hours on the cross. ഏകദേശം ആദ്യത്തെ 3 മണിക്കൂറിന് മുൻപുള്ള കാര്യം മത്തായി എഴുതി. About first 3 hours was what Matthew had mentioned. അതിനുശേഷമുള്ള 3 മണിക്കൂറിനുള്ള കാര്യം ലൂക്കോസ് എഴുതി. The next 3 hours incidents is what Luke had. 4 പേരും ഒരുപോലെ എഴുതിയതാണെങ്കിൽ 4 സുവിശേഷത്തിന്റെ ആവശ്യമുണ്ട്. If the 4 gospel writers wrote the same things, was there a need for 4 gospels? ഒരു സുവിശേഷത്തിന്റെ 4 ഭാഗങ്ങളാണ് അവർ എഴുതിയത്. It is actually 4 parts of one gospel. മത്തായിയിൽ യേശു രാജാവാണെന്ന് ചിത്രീകരിക്കുന്നതാണ്. In the book of Matthew, Jesus is portrayed as the king. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ അബ്രഹാമിന്റെ മകനായ ദാവീദിന്റെ മകനായ യേശുവിന്റെ വംശാവലി എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. That is why in the genealogy of Jesus mentioned in Matthew, it is spoken about the son of Abraham, the son of David, the son through which Jesus is. കാരണം ജൂതന്മാരുടെ രാജാവ് ദാവീദ് പുത്രനാണ്. Because the king of Judah was to be the son. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന് ചോദിച്ച് വിദ്വാൻമാർ വരികയാണ്. That is why the wise men ask in the book of Matthew, where is this king who was born among the Jews? മത്തായിയുടെ സുവിശേഷം മുഴുവൻ നമ്മൾ പഠിച്ചാൽ രാജ്യവും രാജ്യത്തെ കുറിച്ചുള്ള ഉപദേശങ്ങളും ചിന്തകളും രാജപുത്രനും രാജാപുത്രന്റെ കല്യാണങ്ങളും ഇതൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് അവിടെ. You read the entire gospel of the Matthew, you read about the kingship of the Lord Jesus, the kingdom of God, the parables associated with it, and everything related to royalty. എന്നാൽ മർക്കോസിന്റെ സുവിശേഷത്തിൽ വരുമ്പോൾ നമ്മൾ ഒരു ജീനിയോളജിയും കാണുന്നില്ല. But when we come to the book of Mark, we don't see any genealogy. അവിടെ ഒരു ദാസനായിട്ടാണ് യേശുവിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. There we see Jesus portrayed as a servant who had come. ഒരു ദാസനായിട്ട്, as a servant. യേശുവിനെ നമുക്ക് അവിടെ കാണാൻ കഴിയും. അവിടെ ജീനിയോളജി ഒന്നും അവിടെ വംശാവലിക്കൊന്നും അർത്ഥമില്ല. There's no meaning for them to give the traditions there. He is portrayed as a servant. ഒരർത്ഥത്തിൽ മത്തായിയുടെ സുവിശേഷം ജൂതന്മാർക്ക് വേണ്ടിയാണ് എഴുതിയതെങ്കിൽ മർക്കോസിന്റെ സുവിശേഷം ദാസന്മാരെ ആവശ്യമുള്ള അതിൽ പ്രസാദിക്കുന്ന റോമാക്കാർക്ക് വേണ്ടിയും കൂടി എഴുതിയതാണ്. Matthew was written to mainly to the Jews, and Mark for those who were interested in the servants and slavery to the Romans it was written. കൊരിന്ത ലേഖനം കൊരിന്തർക്ക് എഴുതിയപ്പോൾ തന്നെ നമുക്കാണ്. ഇതുപോലെ മത്തായി മർക്കോസും ഒക്കെ നമുക്കും കൂടിയാണ്. As Corinthians was written to the Corinthian church, it is related to us same way. Matthew and Mark is written for us also. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വരുമ്പോൾ യേശുവിന്റെ വംശാവലി മത്തായി പറഞ്ഞതുപോലെയല്ല. When we come to the gospel of Luke, the genealogy of Jesus is not the way that Matthew mentioned. ആദാമിലേക്ക് പോകുകയാണത്. It is traced back to Adam. അത് അബ്രഹാമിൽ നിന്നും അപ്പുറം പോകുകയാണ്. It is going beyond Abraham to the genealogy of to Adam. പൂർണ്ണമായ ഒരു മനുഷ്യനെ അന്വേഷിച്ചവരായിരുന്നു ഗ്രീക്കുകാര്. The Greeks had come to search for a complete man. അരിസ്റ്റോട്ടിൽ, സോക്രട്ടീസ്, അതുപോലെ പ്ലേറ്റോ, അവരുടെ ഫിലോസഫി എല്ലാം നമ്മൾ പഠിച്ചാൽ ഒരു പെർഫെക്റ്റ് മാൻ അതിനുള്ള അന്വേഷണമാണ്. When you study the philosophies of Aristotle and Socrates and Plato, they were in search for that complete perfect man. ബൈബിൾ എഴുത്തുകാരിൽ ജൂതന്മാരല്ലാത്ത വിജാതീയ മാർഗത്തിൽ നിന്ന് വന്ന ഒരൊറ്റ എഴുത്തുകാരൻ മാത്രമേ ഉള്ളൂ, അത് ലൂക്കോസാണ്. So apart from the Jewish writers in the Bible, there was only one person who was from the Gentile, that was Luke. അത് ഗ്രീക്കുകാരെ ഉദ്ദേശിച്ചെഴുതുകയാണ്. He had written this gospel in having in his mind the Greeks that he was writing. നിങ്ങളൊരു പൂർണ്ണ മനുഷ്യനെയാണോ അന്വേഷിക്കുന്നത്? എന്നാൽ ഇതാ യേശു. Are you looking for a perfect man? Here behold the Lamb of God. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അവിടെ വംശാവലിയില്ല. When you come to the gospel of John, again we see there is no genealogy there. ഈ 3 പേരും പറയുന്ന പോലല്ല അവിടെ. It's not like the 3 people who are mentioned about Jesus. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം യേശുവായിരുന്നു. Was the word, and the word was with God, and the word was God, that was Jesus. യേശു ദൈവമാണെന്നാണ് യോഹന്നാൻ പരിചയപ്പെടുത്തുന്നത്. Jesus is being introduced as God by John. അവിടെ മാത്രം കാണുന്ന കുറെ അവകാശവാദങ്ങളുണ്ട് യേശുവിൻ്റെത്. There are certain portrayals of Jesus only mentioned in the book of John. ഞാൻ തന്നെയാണ് വഴി, I am the way. ഞാൻ തന്നെയാണ് സത്യം, I am the truth. ഞാൻ തന്നെയാണ് ജീവൻ, I am the life. ഞാൻ ആണ് ലോകത്തിന് വെളിച്ചം, I am the light of the world. ഞാൻ ആണ് ജീവന്റെ അപ്പം, I am the bread of life. ഞാൻ ആണ് വാതിൽ, I am the door. ഞാനും പിതാവും ഒന്നാകുന്നു,
I and my father had one. 4 പതാകകളാണ് കനാൻ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. 4 banners, the one which leads us to the heavenly Canaan. അപ്പോൾ മത്തായിയുടെ സുവിശേഷം സിംഹത്തോടും, So the Matthew is related to this lion. മർക്കോസിന്റെ സുവിശേഷം കാളയോടും, The Gospel of Mark is to this calf. ലൂക്കോസിന്റെ സുവിശേഷം മനുഷ്യനോടും, The Gospel of Luke is compared to the man. യോഹന്നാന്റെ സുവിശേഷം കഴുകനോടും. The Gospel of John is compared to the. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കനാൻ നാട്ടിലേക്ക് പോകുന്ന നമ്മളെ നയിക്കുന്ന പതാകയായിട്ടും, As far as it is concerned, it is the one which leads us to the heavenly Canaan. കാണുവാനായിട്ട് കഴിയും. We can see it as that ഈ way. ജീവികൾ അക്ഷരീകമായ ജീവികൾ തന്നെയാണ്. These 4 living creatures are literally present there. നമുക്കവരെ സ്വർഗത്തിൽ ചെന്ന് കാണാൻ കഴിയും. We can go and visualize them. എന്നാൽ അവർക്ക് നമ്മൾ അവരുടെ രൂപങ്ങളിലൂടെ നമുക്ക് നൽകുവാനുള്ള ചില സന്ദേശങ്ങളുണ്ട്. But through the forms that they are described, there are messages to us. യേശു യഹൂദന്മാരുടെ രാജാവ്. Jesus was the king of the Jews. യേശു ദാസൻ, നിന്റെ എല്ലാ ഭാരങ്ങളെയും ചുമപ്പാൻ കഴിയുന്ന കർത്താവ് പറയുന്നില്ലേ, എന്റെ നുകം മൃദുവാണ്, നിങ്ങളുടെ ഭാരങ്ങൾ എന്റെ മേൽ വെച്ചുകൊള്ളുക, ഞാൻ നിങ്ങളുടെ ദാസനാകാം. Jesus is saying, I came as servant, put all your burdens on me, all you are heavy laden, put on me, my burden is gentle. പൂർണ്ണനായ മനുഷ്യൻ, മനുഷ്യപുത്രനാണ് യേശു. Jesus was a complete son of man. Jesus is God. യെശയ്യാ 9:6 പറയുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആ ശിശു, ആ മകൻ ആരാണ്? സമാധാന പ്രഭു, വീരനാം ദൈവം, നിത്യപിതാവ്. Unto us a child is given, a son is born. He who is this? He is the one who is a wonderful Prince of Peace, Counselor, Everlasting Father, and a mighty God. കർത്താവിനെ നമുക്ക് ആരാധിക്കാം. Let us worship, bring our worship to this Lord. ഈ 4 കൊടികളും പരിശുദ്ധാത്മാവാകുന്ന ശക്കേനയും നോക്കി യാത്ര ചെയ്താൽ വഴി തെറ്റാതെ കനാൻ നാട്ടിലെത്താം. These 4 banners, when we are led by the leading of the Holy Spirit, we will be definitely led to the heavenly Canaan. അക്ഷരാർത്ഥത്തിൽ നമ്മുടെ കർത്താവിനെയും ഈ 4 ജീവികളെയും നമുക്ക് അവസാനം കണ്ടെത്താനും കഴിയും. Literally, we will be able to see our Lord in this, and these 4 living creatures, we will be able to meet them. അതിനായി ദൈവമായ കർത്താവ് നമ്മളെ ഇവരെയും സഹായിക്കുമാറാണ്. For that, may the Lord help each one of us. കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ചയിൽ നമുക്ക് ഒന്നിച്ചു കൂടാം. If the Lord is willing, we will meet once again in the coming week with another Bible study. Amen. Praise God. Hallelujah. Praise God that the Lord has spoken to us clearly, and through his servant he has ministered to us. Shall we look to the Lord in prayer and ask God, Father God, that you have given us this life, and let us be all the 4 gospels, all the 4 banners that we heard. Let it be our visualizing of Jesus, and say to God, Lord, we want to know more of you. We want to live for you. We want to understand your purpose in our life and fulfill all that you have called us to do. Amen. Praise God. Thank God for this wonderful word that we have heard today. Can I request Molly Auntie to lead us in prayer for the conclusion? ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗീയ ഞങ്ങളുടെ നല്ല പിതാവേ, പല സമയത്തിനായ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം. ഹല്ലേലൂയ. സ്തുതിക്കുന്നതാ ദൈവമേ, മീറ്റിംഗിൽ കൂടി കർത്താവേ, ഹല്ലേലൂയ ദൈവമേ, നിന്റെ മാറ്റമില്ലാത്ത വചനം ശ്രവിപ്പാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിച്ചു. നിങ്ങൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം. കർത്താവിന്റെ ദാസനെ ഒരിക്കൽ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ, ഹല്ലേലൂയ ദൈവമേ, ഹല്ലേലൂയ സ്തോത്രം. നിന്നെ എല്ലായ്പ്പോഴും സ്തുതിപ്പാനും സ്തോത്രം ചെയ്യുവാനും കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. പ്രതികൂല സാഹചര്യത്തിൽ കർത്താവേ, ഹല്ലേലൂയ ഇങ്ങനെ സുബിറ്റിക്കായി കർത്താവേ, ഹല്ലേലൂയ സ്തോത്രം ഒന്നിച്ചങ്ങ് ആരാധിപ്പാനും സ്തുതിപ്പാനും ഹല്ലേലൂയ കർത്താവിന്റെ ദാസൻ കൂടെ മാറ്റമില്ലാത്ത വചനം ശ്രവിപ്പാൻ തക്കവണ്ണം കർത്താവേ നീ സഹായിച്ചതിനാൽ സ്തുതിക്കുന്നു കർത്താവേ. ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ സത്യമാവിലും ആരാധിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം കർത്താവേ. കുതിരസിംഹമായ കർത്താവേ, ഹല്ലേലൂയ സ്തോത്രം.
ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. വലിയ ദൈവത്തെ സ്തുതിക്കുവാൻ സ്തോത്രം ചെയ്യുവാൻ കർത്താവേ സഹായിക്കുന്നതിനായി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനായി പ്രാർത്ഥിക്കുന്നു. ഇതോടൊക്കെ സഹായിച്ചു നടത്തുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ പലവിധമായ അസുഖങ്ങളൊക്കെയും കടന്നു വന്നുവെങ്കിലും കർത്താവിന്റെ ദാസനെ കർത്താവെ ഹല്ലേലൂയ സൗഖ്യത്തോടെ സമാധാനത്തോടെ ഞങ്ങൾക്ക് കർത്താവെ വചനം പറഞ്ഞു തരുവാൻ തക്കോണം കർത്താവ് സഹായിച്ചതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും കുടുംബമായി കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യ സൗഖ്യം ബലവും കർത്താവിന്റെ ദാസന് വീണ്ടും കൊടുത്ത് അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ചൊവ്വാഴ്ച നടക്കുന്ന ഈ സൂമിറ്റിന് കർത്താവ് അനുഗ്രഹിക്കണമെന്ന് അങ്ങനെ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. വലിയൊരു ഹോസ്പിറ്റലിൽ ഡോക്ടറായ കർത്താവെ നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഹല്ലേലൂയ ദൈവമേ ഹല്ലേലൂയ പങ്കാളികളാവാൻ കർത്താവ് സഹായിക്കുന്ന സ്തോത്രം കർത്താവെ. കർത്താവെ സമയങ്ങൾ മാറ്റി വെച്ച് കർത്താവെ ഹല്ലേലൂയ ദൈവമേ ഹല്ലേലൂയ ദൈവമേ ട്രാൻസ്ലേറ്റ് ചെയ്യാനൊക്കെയും കുഞ്ഞുങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. അവിടെയുള്ള എല്ലാ ഡോക്ടർമാരെയും ഹല്ലേലൂയ സ്റ്റാഫ്സിനെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കും കർത്താവെ. ഹല്ലേലൂയ എല്ലാത്തിന്റെ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണമേ. പ്രഭുക്കൾ കർത്താവ് സൂക്ഷിക്കണമേ. കാണുകയും ഇമ്മാനുവേൽ ചെറുകൾ കാത്തോണമേ ഞങ്ങളുടെ പ്രാർത്ഥിക്കണം കർത്താവെ. അടുത്ത ആഴ്ച ദൈവമെങ്കിലും ഒന്നിച്ച് കടന്നു വരുവാനും ദൈവത്തെ സ്തുതിപ്പാനും തക്കണം ഞങ്ങൾ സഹായിക്കണമേ കർത്താവെ. ഹല്ലേലൂയ. ഈ സുമിരിലായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അങ്ങനെ സന്നിധിയിലേക്ക് തപ്പിച്ച അങ്ങനെ കർത്താവെ തുണകളെ പൊതിയണമേ അങ്ങയുടെ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ സമർപ്പിക്കുന്നു. മാനമഹത്വം അങ്ങേക്ക് കർത്താവെ. സകലവും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം പറയണമേ. ആമേൻ.